യേശുക്രിസ്തുവിന്റെ ചരിത്രമുറങ്ങുന്ന പുണ്യദേശമായ സിറിയയിലെ ഹെർമോൺ പർവ്വതവും ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹെർമോണിൽ എത്തുകയും ചെയ്തു. ഹെർമോൺ പർവ്വതം എന്നത് ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗോലാൻ കുന്നുകളുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള സിറിയയിലെ ഏറ്റവും ഉയരുന്ന പർവ്വതമാണ്. ആദ്യമായാണ് സിറിയയിൽ ഒരു ഇസ്രായേൽ നേതാവ് ഇവിടെ എത്തുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ്. 53 വർഷം മുമ്പ് ഒരു സൈനികനായി ഇതേ പർവ്വത ശിഖരത്തിലായിരുന്നുവെന്ന് നെതന്യാഹു പറയുകയുണ്ടായി. ഇസ്രായേൽ സേന ഇവിടെ തന്നെ തുടരുമെന്നും സിറിയൻ പ്രദേശത്തു നിന്നും പിന്മാറില്ലെന്നും നെതന്യാഹു ഹെർമോണിൽ നിന്നുള്ള പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണമെന്ന ആവശ്യം നെതന്യാഹു തള്ളുകയാണ് ചെയ്തത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റൊരു ക്രമീകരണം വരുന്നതുവരെ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യം ആലോചനയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഷാർ അസദിനെ പുറത്താക്കിയതിനു ശേഷം ഗോലാൻ കുന്നുകളുടെ അതിർത്തി പ്രദേശത്ത് തെക്കൻ സിറിയയുടെ ഒരു ഭാഗം ഇസ്രയേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതേസമയം ബഫർ സോണിൽ താമസിക്കുന്ന സിറിയക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയില്ലെന്നാണ് പേര് വെളിപ്പെടുത്താതെ ഒരു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഗോലാൻ കുന്നുകളിലുള്ള ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു.